നമസ്കാരം. പ്രിയങ്കരായ എല്ലാ പ്രേക്ഷകരെയും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്നേഹപൂർവ്വം വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വിശാഖം, അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രക്കാരുടെ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 2026 ജൂൺ 2-ാം തീയതിയാണ് വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കടകത്തിലേക്ക് സംക്രമിക്കുന്നത്. വ്യാഴം ദൈവാധീനകാരകനും ഭാഗ്യകാരകനും ധനകാരകനുമാണ്, ദാമ്പത്യകാരകനാണ്, സന്താനകാരകനാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് പല വിധത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് അനുഭവപ്പെടും. ആദ്യം നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറിലും അവസാന പാദം വൃശ്ചികക്കൂറിലുമായിട്ടാണ് വരുന്നത്. അപ്പം വിശാഖത്തിൻ്റെ ആദ്യ 45 നാഴികക്കകത്ത് ജനിച്ചവർക്ക് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ് കൂടുതൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് 3-ാം ഭാവാധിപനും 6-ാം ഭാവാധിപനുമാണ് വ്യാഴം. അപ്പോൾ വ്യാഴം അവർക്ക് 10-ാം ഭാവത്തിലേക്ക്, അതായത് കർമ്മഭാവത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത്. 10-ാം ഭാവത്തിലെ വ്യാഴം എന്ന് പറയുന്നത് കർമ്മഭാവത്തിൽ കുറേ ഗുണം നൽകുമെങ്കിലും സമ്മിശ്ര ഫലമാണ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. പക്ഷേ വ്യാഴം അവിടെ ഉച്ചരാശി സ്ഥിതനായതുകൊണ്ട് തന്നെ കൂടുതലും നല്ല ഫലങ്ങളാണ് നൽകുന്നത്. കുറച്ച് ദോഷഫലങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളും വിശാഖ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. സ്ഥലം മാറ്റം ആണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. ജോലിയിലിരിക്കുന്നവർക്ക് ഒരു സ്ഥലം മാറ്റം അല്ലെങ്കിൽ സ്ഥാനമാറ്റം ഉണ്ടാകും. ഇത് പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്താണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥാനമാറ്റം പ്രമോഷനോടുകൂടിയാണെങ്കിൽ പോലും കുറച്ച് സന്തോഷവും ഉണ്ടാകും. അതേ സമയത്ത് ഒരുപക്ഷെ വീട് വിട്ട് ദൂരേക്ക് മാറേണ്ടതിൻ്റെ ഒരു വിഷമതയും അതേ സമയത്ത് തന്നെ അനുഭവപ്പെടും. അപ്പോൾ പ്രൊമോഷൻ ലഭിക്കാൻ യോഗമുണ്ട്. വ്യാഴം ഉച്ചത്തിലേക്ക് വരുമ്പം കർമ്മഭാവത്തിലേക്കാണല്ലോ വരുന്നത് തുലാക്കൂറിൽപ്പെടുന്ന വിശാഖ നക്ഷത്രക്കാർക്ക്. അപ്പോൾ പ്രൊമോഷൻ ലഭിക്കാം. പക്ഷേ ആ പ്രൊമോഷൻ ഇങ്ങനെയായിരിക്കും വരുന്നത്: വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അല്ലെങ്കിൽ ദൂരേക്ക് മാറി നിൽക്കേണ്ട അവസ്ഥ. എന്നാൽ കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കുമെന്നുള്ള വലിയൊരു ഗുണവും അവർക്ക് ഉണ്ട്. ആശയവിനിമയ കാര്യങ്ങളിൽ വളരെ വൈദഗ്ധ്യം കാണിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആവശ്യമുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണകരമാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം. വാക്ക് നല്ല ഫലപ്രദമാകും. അധ്യാപകർ, അതുപോലെ തന്നെ ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നവർ, ഓൺലൈൻ വീഡിയോകളും റീലുകളൊക്കെ ചെയ്യുന്നവർ, മീഡിയ മാധ്യമപ്രവർത്തകർ, ഇവരുടെയൊക്കെ ഒരു ചാകര എന്ന് പറയാം. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അതിലൂടെ അവരുടെ പ്രശസ്തിയും പണവും ഒക്കെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ മത്സര പരീക്ഷകളിലൊക്കെ വിജയത്തിന് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങളാണ് കൂടുതൽ. പഠന കാര്യങ്ങളിൽ നമുക്ക് ഉന്നത പഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന കാര്യമാണ്. സഹോദരങ്ങളുമായിട്ട് നല്ല സ്നേഹബന്ധമുണ്ടാകും. ശത്രുക്കളുടെ ശല്യം നന്നായിട്ട് കുറയും. രോഗങ്ങൾക്കൊക്കെ ആശ്വാസം കിട്ടും. അമ്മയുടെ ബന്ധുക്കളുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടാകുന്ന ഒരു കാലമാണ്. എന്നാൽ ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വ്യാഴം മാറുന്ന സമയത്ത് അമ്മയുടെ ബന്ധുക്കളിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. നേരത്തെ വളരെ സ്നേഹമായിട്ടൊക്കെ ഇരുന്നെങ്കിലും കുടുംബകാര്യങ്ങൾ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യം സംബന്ധിച്ചോ അമ്മയുടെ ബന്ധുക്കളുമായിട്ട് ഒരു തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പിതൃസ്വത്ത് സ്വന്തം പേരിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഭൂമി ഒന്ന് മാറ്റി വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇപ്പം നമ്മുടെ വീടും ഭൂമിയും ഇരിക്കുന്ന വീട് സ്ഥലവുമുള്ള നമ്മുടെ പ്രോപ്പർട്ടി ഒന്ന് വിറ്റിട്ട് കുറച്ചുകൂടെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കത് സാധിക്കും. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്ത് ജനിച്ചവർക്ക് ഗുണകരമാണ്. ഡോക്ടർമാർ, നേഴ്സുമാർ, ലാബ് ജോലി ചെയ്യുന്നവർ, അങ്ങനെയുള്ള മെഡിക്കൽ രംഗവുമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക്. ഇത് അലോപ്പതി മാത്രമല്ല കേട്ടോ, ആയുർവേദം, ഹോമിയോ, യുനാനി തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക്, അതുപോലെ തന്നെ ആശാവർക്കർ പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ, അതായത് പൂർണ്ണമായിട്ടും ഈ ഹെൽത്ത് സെക്ടറിൽ നേരിട്ട് പ്രവർത്തിക്കാതെ ഒരു സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുന്നവർ, അവർക്ക് ഗുണകരമാണ്. അതുപോലെ തന്നെ ഹെൽത്ത് വിസിറ്റേഴ്സ് ഉണ്ട് വീടുകളിൽ കൂടെയുള്ള, അവർക്ക് ഗുണകരമാണ്. ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ പലവിധ ഗുണാനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകും. ആത്മീയ രംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ഒരാത്മീയ പരിവേഷം നമ്മുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്നതാണ്. നമ്മൾ വെറുതെ ചപലമായിട്ട് വർത്തമാനം പറയാതെ നമ്മൾ കൂടുതലും കാമ്പുള്ള കാര്യങ്ങൾ, നല്ല കഴമ്പുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വാക്കിന് വിലയുണ്ടാകും എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് അത് ഉള്ളിൽ തട്ടും.
ആ രീതിയിലായിരിക്കും നമ്മുടെ സംസാരം. അതാണ് വിശാഖം തുലാക്കൂറുകാരുടെ ഒരു പ്രത്യേകത. ശനി അവർക്ക് 6ാം ഭാവത്തിൽ ആണല്ലോ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഗുണവും അവർക്ക് ഈ സമയത്ത് കിട്ടും. കുറേ യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും. അതുപോലെ ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളും ഒക്കെ സന്ദർശിക്കാനുള്ള ഒരു സാധ്യതയും ഇവർക്ക് ഉണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടും അനുകൂലമായ സമയമല്ല. ധനപരമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഈ ഒരു വർഷത്തിനിടയ്ക്ക്. സൗഹൃദങ്ങളിൽ ചില ഉലച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. അതായത് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ആശയവിനിമയം ചെയ്യുമ്പോൾ ആശയവിനിമയം വളരെ ഫലപ്രദമായിട്ട് നടക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, അതായത് നമ്മൾ ചിലപ്പോൾ ചില തമാശകളൊക്കെ നിർദോഷമായിട്ട് പറയുന്നതായിരിക്കും. അവർക്കത് മുറിവേൽപ്പിക്കാമെന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ടേ പറയാവുള്ളൂ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കും. അങ്ങനെയാണ് ഈ സമയത്തെ ഗ്രഹാവസ്ഥ. പക്ഷേ കേൾക്കുന്ന ആളിനും കൂടെ ഇത് അതേ സെൻസിൽ എടുക്കണ്ടേ. തമാശയാണെങ്കിൽ തമാശയായിട്ട് എടുക്കണ്ടേ. അതുകൊണ്ട് ഒരുപാട് തമാശ പറയണ്ട, എന്നാൽ ഗൗരവമുള്ള കാര്യങ്ങൾ വളരെ ഫലപ്രദമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകളൊക്കെ മാറി സന്തോഷകരമായ ദാമ്പത്യമുണ്ടാകും. സന്താന ഗുണം ഉണ്ട്. കുടുംബ സൗഖ്യത്തിൽ വർധനമുണ്ട്. വീട്ടിലേക്ക് കുറച്ച് ആഡംബര വസ്തുക്കൾ, സോഫ, കട്ടിലുകൾ, കിടക്കകൾ ഇതൊക്കെ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വീട്ടമ്മമാർക്കാണെങ്കിൽ ചില പാത്രങ്ങൾ, അടുക്കള ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങാൻ ഈ സമയത്ത് സാധിക്കും. തൊഴിൽപരമായിട്ട് കുറേ യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. ആ സമയത്ത് ഭക്ഷണ കാര്യങ്ങളിൽ സൂക്ഷിക്കണം. വ്യാഴവും ഉദരവുമായിട്ടൊരു ബന്ധമുണ്ട്, ഹൃദയവുമായിട്ടൊരു ബന്ധം ഉണ്ട്. അപ്പം ഈ ഒരു സമയത്ത് ഉച്ചത്തിലാണ് വ്യാഴം എങ്കിലും ഈ ബന്ധം നോക്കുമ്പോഴത്തേക്കും ഭക്ഷണ കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധിക്കണം. പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിശാഖം തുലാക്കൂറുകാർക്ക് വളരെ വിജയകരമാണ്. അവർക്ക് മേലുദ്യോഗസ്ഥരുടെ പ്രീതിയും ലഭിക്കുന്നതാണ്. ഇനി വിശാഖം വൃശ്ചികക്കൂറിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഷ്ടമഭാവത്തിൽ നിന്ന് മാറിയിട്ട് 9ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നതിൻ്റെ വലിയൊരു ഗുണമാണ് ഈ സമയത്ത് ഉണ്ടാകുന്നത്. അതായത് ഭാഗ്യഭാവത്തിലേക്കാണ് വൃശ്ചികക്കൂറുകാരായ വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം വന്നെത്തുന്നത്. അതുപോലെ 3, 5 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് തന്നെ സഹോദര ഗുണവും ഉണ്ടാകും, സന്താന ഗുണവും ഉണ്ടാകും. സഹോദരങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നിലവിലുള്ള സഹോദരങ്ങളുമായിട്ട് വളരെ സ്നേഹബന്ധം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. സന്താന യോഗം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിലവിലുള്ള സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. പല സ്രോതസ്സുകളിൽ നിന്ന് ധനം ലഭിക്കും. അതുപോലെ ഭാഗ്യക്കുറി, നറുക്കെടുപ്പുകൾ തുടങ്ങിയവയിൽ നിന്നൊക്കെ ധനം ലഭിക്കാനുള്ള യോഗമുണ്ട്. 2 കാര്യമാണ്. വ്യാഴം 9ലുമാണ്, അത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയുമാണ് വരുന്നത്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അവർക്കുണ്ടാകും. വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ രംഗത്ത് എന്തെങ്കിലും ചികിത്സയിലൊക്കെ ആയിരുന്ന ദമ്പതിമാർക്ക് ആ ചികിത്സ വളരെ ഫലപ്രദമാകും. സുഖകരമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായിട്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മളും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും അവർക്ക്. എങ്കിലും നല്ല ഉയർച്ച അവർക്ക് കിട്ടുന്നതാണ്. സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടും. അതുപോലെ വൃശ്ചികക്കൂറുകാരായ വിശാഖ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളുണ്ടല്ലോ, അവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗമുണ്ട്. ആത്മവിശ്വാസം വർദ്ധിക്കും. ആശയവിനിമയ ശേഷി വർദ്ധിക്കും. സ്പോർട്സ്, കലാരംഗം തുടങ്ങിയവയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണകരമാണ്. പുതിയൊരു ബിസിനസ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ആ വ്യാപാരം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. ആ വ്യാപാരത്തിൻ്റെ ഫ്രാഞ്ചൈസി കൊടുക്കുന്നതിലൂടെയോ ഏജൻസി കൊടുക്കുന്നതിലൂടെയോ നമുക്ക് മുടക്കുമുതൽ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ തിരിച്ച് എടുക്കാനും സാധിക്കും. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ആഗ്രഹം സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിശാഖത്തിൻ്റെ പൊതുഫലമാണ് പഠന യാത്രകൾ, അല്ലെങ്കിൽ നമ്മുടെ ജോലിക്ക് ആവശ്യമുള്ള യാത്രകൾ, ജോലി സംബന്ധമായ യാത്രകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫലപ്രദമാകുന്നതാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയിലേക്കുള്ളത് കൊണ്ട് തന്നെ ശനി ദോഷങ്ങൾ വളരെ കുറയുന്നതാണ്. കാരണം 5ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായേക്കാമായിരുന്നു. പക്ഷേ ഇപ്പം വ്യാഴദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ ആ ശനിദോഷം കുറയുകയും വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ കൂടുതൽ അനുഭവപ്പെടുകയും ചെയ്യും. അതാണ് നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ ഫലം. അപ്പം വിശാഖ നക്ഷത്രക്കാർ മഹാദേവനെ കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്യുക. മാസത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തിങ്കളാഴ്ച ദിവസമോ അല്ലെങ്കിൽ ഞായറാഴ്ചയാണ് നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ, ഞായർ സൂര്യൻ്റെ ദിനമാണല്ലോ, അപ്പോൾ അന്ന് പോയി ശിവന് അർച്ചന ചെയ്താലും മതി. ശാസ്താവിന് നെയ്വിളക്കോ എള്ളുപായസമോ എന്തെങ്കിലും നിങ്ങളുടെ സാമ്പത്തികം പോലെ അത് ചെയ്യുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു പഞ്ചാമൃതം സമർപ്പിക്കുന്നത് വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളത് ചെയ്യുക. ഗണപതി ഭഗവാന് ഒരു മുക്കുറ്റി പുഷ്പാഞ്ജലി അല്ലെങ്കിൽ വെറുതെ ഒരു അർച്ചന ആണെങ്കിലും ചെയ്യുക. ഒരു അർച്ചന, ഒരു നെയ്വിളക്കൂടെ ഗണപതി ഭഗവാന് ചെയ്യുക. പിന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന്
മഞ്ഞ പൂക്കൾ കൊണ്ട് ഒരു അർച്ചന സമർപ്പിക്കുക. ശനി ഭഗവാൻ ഒരു എള്ളുതിരിയും തെളിക്കുക. ഇത്രയും ചെയ്യുക. ഇതിൽ പറ്റുന്നതെങ്കിലുമൊക്കെ ചെയ്യുക. വിഷ്ണു ഭഗവാനും ശിവനും വ്യാഴത്തിനുമൊക്കെയുള്ള ചെറിയ ചെറിയ വഴിപാടുകളാണല്ലോ, അതെല്ലാം ഒന്ന് ചെയ്താൽ വിശാഖ നക്ഷത്രക്കാരുടെ ഭാഗ്യം വളരെയേറെ വർദ്ധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ജോലി കിട്ടാനും വിവാഹം നടക്കാനും എല്ലാം ഉള്ള കാര്യങ്ങൾ, സന്താനങ്ങളുടെ ഗുണം, ഇതെല്ലാം ഇതിലൂടെ സാധിക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരുടെ ഫലമാണ്. അപ്പോൾ അനിഴം നക്ഷത്രക്കാർ വൃശ്ചികക്കൂറിലാണ് വരുന്നത്. അവർക്ക് വ്യാഴം വന്നെത്താൻ പോകുന്നത് 9ാം ഭാവത്തിലേക്കാണ്. ഇത്രയും കാലം അഷ്ടമ വ്യാഴമായിരുന്നു അനിഴത്തിനും തൃക്കേട്ടയ്ക്കുമൊക്കെ. അപ്പോൾ ഈ അഷ്ടമ വ്യാഴം മാറിയിട്ട് 9ലേക്ക് വരുമ്പോഴത്തേക്കും പെട്ടെന്നുള്ള ചില ഭാഗ്യാനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ ഉണ്ടായിരുന്ന ബന്ധുജനങ്ങളുമായിട്ടുള്ള തർക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ മാറിയിട്ട് അവരൊക്കെ നമ്മുടെ അടുപ്പക്കാരായിട്ട് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല വിവാഹ ബന്ധങ്ങൾ നമുക്ക് ഒത്തുവരാൻ സാധ്യതയുണ്ട് വിവാഹപ്രായമായവർക്ക്. അതുപോലെ നമ്മളുടെ മക്കൾ വിവാഹപ്രായമായവരുണ്ടെങ്കിൽ അവർക്കും നല്ല ബന്ധങ്ങൾ ഒത്തുവരാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണം ചെലവഴിക്കും. അതുപോലെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പണം ചെലവഴിക്കും. ഇത് രണ്ടും വളരെ പ്രയോജനപ്രദമായിട്ട് തന്നെ നമുക്കതിൻ്റെ പ്രതിഫലം ഭാവിയിൽ തിരിച്ചു കിട്ടും. ആത്മീയത്തിൽ നിന്ന് എങ്ങനെയാണ് പ്രതിഫലം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, അത് അനുഗ്രഹമായിട്ടാണ് കിട്ടുന്നത്. നമ്മൾ ചാരിറ്റബിളായിട്ടുള്ള അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ ഒരാൾക്കൊരു അന്നദാനമെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. അതിലൂടെയാണെങ്കിലും നമുക്ക് കുറേ പാപങ്ങൾ കുറഞ്ഞ് അത് ഗുണമാകും. അതുപോലെ വിദ്യാഭ്യാസം നമുക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഒക്കെ ഗുണകരമാകുന്നതിലൂടെ നല്ല ജോലി, നല്ല ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ അത് ഇടയാകും. പൈതൃക സ്വത്ത് നമുക്ക് നിയമപരമായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് സാധിക്കും. വിദേശ യാത്രകൾക്ക് യോഗമുണ്ട്. ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോയി പഠിക്കാനോ ജോലി ചെയ്യാനോ ഉള്ള അവസരങ്ങൾ ഉണ്ടാകും. ബന്ധുഗുണം വർദ്ധിക്കും. വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്ന് പോലും ധനസഹായം കിട്ടാൻ സാധ്യതയുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടി ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്ക് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും. അനാവശ്യ ചിന്തകൾ, ടെൻഷൻ, ഇതൊക്കെ കുറഞ്ഞു കിട്ടുന്ന സമയമാണ്. മക്കളെ ഓർത്തൊക്കെയുള്ള ടെൻഷൻ വളരെയേറെ കുറയും. വ്യാഴം ഉച്ചത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അത് വ്യാഴത്തിൻ്റെ ഭാഗ്യഭാവവും കൂടെ ആയതുകൊണ്ട് സന്താനങ്ങളെ സംബന്ധിച്ച് വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത് എത്ര മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ, ഭാഗ്യ നറുക്കെടുപ്പുകളിൽ നിന്ന് ധനലാഭം, അതുപോലെ തന്നെ ഏതെങ്കിലും അവസരങ്ങൾ, ഇൻ്റർവ്യൂവിനൊക്കെയുള്ള അവസരങ്ങളിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചുള്ളൊരു ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും വരുന്നത്. അപ്പം നമുക്കത് അപ്ലൈ ചെയ്യാനും കിട്ടാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. പരീക്ഷ എഴുതാനും ജോലിക്ക് ഇൻ്റർവ്യൂവിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. വ്യാഴം ഉച്ചത്തിൽ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ഭാഗ്യാനുഭവത്തിന് സാധ്യതയുണ്ട്. 10 ലക്ഷം രൂപ ലോട്ടറി അടിക്കുന്നതിനേക്കാൾ ഭാഗ്യമാണ് 2 ലക്ഷം രൂപ മാസശമ്പളമുള്ളൊരു ജോലി കിട്ടുക എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു രീതിയിലാണ് ഭാഗ്യം വരുന്നത്. ഇപ്പം കിട്ടുന്നതിനും അതിനും കൂടുതൽ ഭാഗ്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. വീട് നിർമ്മാണം നടത്താനായിട്ട് സാധിക്കും. പക്ഷേ ചെലവ് വർദ്ധിക്കുന്നതുമാണ്. പഴയതിൽ നിന്ന് നേരത്തെ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നതിൽ നിന്ന് അല്പം കൂടെ കൂടുതൽ പൈസ ചിലവാകും. സുഹൃത്തുക്കൾ മുഖേന പല ഗുണാനുഭവങ്ങളും ഉണ്ടാകും. മത്സര പരീക്ഷകളിൽ വിജയസാധ്യതയുണ്ട് അനിഴ നക്ഷത്രക്കാർക്ക്. യാത്രകളിൽ നിന്ന് ഗുണഫലങ്ങളും ഉണ്ടാകുന്നതാണ്. ധാരാളം നല്ല ആളുകളെയൊക്കെ പരിചയപ്പെടാനും അത് നമ്മുടെ ജീവിതത്തിൽ പല പല ഗുണങ്ങളുണ്ടാകാനും ഇടയാകും. പിന്നെ 3, 5 ഭാവങ്ങളിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചെല്ലുന്നത് കൊണ്ട് തന്നെ വൃശ്ചികക്കൂറിൻ്റെ ഫലം വെച്ച് നോക്കുമ്പം പല സ്രോതസ്സുകളിൽ നിന്നും അവർക്ക് ധനയോഗം സാധ്യതയുണ്ട്. 3ാം ഭാവം സഹോദരഭാവമായതുകൊണ്ട് അനിഴം നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായിട്ടും സഹോദരങ്ങളുമായിട്ട് വളരെ അടുപ്പം ഉണ്ടാകും. അവരുമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ശമിച്ച് കുടുംബം കുറച്ചുകൂടി ഐക്യവും ദൃഢതയുമുള്ളതാകും. കുടുംബത്തിൻ്റെ ബലം ഒന്നുകൂടെ വർദ്ധിക്കും. അതുപോലെ കുടുംബയോഗങ്ങളൊക്കെ സംഘടിപ്പിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ 5ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ഉള്ളതുകൊണ്ട് തന്നെ 5ാം ഭാവം സന്താനഭാവമാണ്. അതുപോലെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയൊക്കെ ഭാവമാണ്. അപ്പോൾ ആ ഭാവങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പുഷ്ടിയുണ്ടാകും, അല്ലെങ്കിൽ ഗുണഫലങ്ങൾ വർദ്ധിക്കും. നല്ല ചിന്തകൾ, നല്ല ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, സമൂഹത്തിലെ ഉന്നത തലത്തിൽ നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള പരിചയങ്ങൾ, ഇതെല്ലാം വളരെ ഗുണപ്രദമാകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. കുടുംബത്തിൽ പലവിധ മംഗളകർമ്മങ്ങളും നടക്കാൻ ഇടയാകും. ധനധാന്യ വസ്ത്രാഭരണ ലാഭം എന്ന് പറയുന്ന ഫലം, അതായത് ധനം വരും, ധാന്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം. വസ്ത്രവും ആഭരണവും ആഡംബര വസ്തുക്കൾ ധാരാളമായിട്ട് വന്നു ചേരാനും അനിഴം നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. കുട്ടികളുണ്ടാകാതെ ചികിത്സയിലായിരുന്നവർക്ക് സൽസന്താന യോഗത്തിന് തന്നെ സാധ്യതയുണ്ട്. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ തന്നെ കിട്ടാനുള്ള യോഗം അവർക്ക് ഉണ്ട്.
സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പണം ചെലവഴിക്കുന്നതാണ്. അവരുടെ നല്ല വിദ്യാഭ്യാസത്തിനും നല്ല സ്കൂളിൽ ചേർക്കാനും അല്ലെങ്കിൽ നല്ല കോളേജിൽ ചേർക്കാനൊക്കെ കുറച്ച് പണച്ചെലവുണ്ടാകും. പക്ഷേ അതെല്ലാം നമുക്ക് വളരെ ഗുണകരമായിട്ട് ഭാവിയിൽ വരുന്നതാണ്. സന്താനങ്ങൾക്ക് ജോലി ലഭിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ കുട്ടികളുടെ വിവാഹം നടക്കാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ വാക്കുകൾ വളരെ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അഭിഭാഷകർ, അധ്യാപകർ, ജഡ്ജിമാർ, ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ ഒരു അവസരം വളരെ ഗുണകരമാണ്. സ്വാഭാവികമായിട്ടും വാക്കുകൊണ്ട് ജീവിക്കുന്ന, അസ്ട്രോളജി പോലുള്ള സയൻസുകൾ പ്രാക്ടീസ് ചെയ്യുന്ന, ജ്യോതിഷം പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവർക്കും അനിഴ നക്ഷത്രക്കാർക്ക് ഈ അവസരം വളരെ ഗുണകരമാണ്. മാധ്യമരംഗത്തുള്ളവർക്കും ഈ സമയം ഗുണകരമായിട്ടാണ് വരുന്നത്. അയൽക്കാരുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ മാറി നല്ല സ്നേഹബന്ധം പുലർത്താനായിട്ട് സാധിക്കും. പൊതുവേ നോക്കുമ്പം വ്യാഴം 9 വരുന്ന ഈ കാലഘട്ടം നിങ്ങളൊന്ന് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും ഗുണകരമായിട്ട് നിങ്ങൾക്ക് ഈ സമയം അനുഭവപ്പെടുന്നതാണ്. അതായത് വ്യാപാരത്തിലൊക്കെ നല്ല ലാഭമുണ്ടാകും. പുതിയ വ്യാപാരം തുടങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ ഓൺലൈനിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. വ്യാപാരമാണെങ്കിലും അതുപോലെ ട്യൂഷനാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബ്, ഇൻസ്റ്റ മുതലായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതിലൊക്കെ ഒരു പരിശീലനം തേടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ അതിനുള്ള ട്രെയിനിങ് വീഡിയോകളുണ്ട്. അതനുസരിച്ച് ചെയ്താൽ നിങ്ങൾക്കൊക്കെ വരുമാനം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് വരുമാനം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ പുതിയ ഏജൻസികൾ ഏതെങ്കിലുമൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെയ്യുന്ന വ്യാപാരത്തിൻ്റെ ഒരു ഏജൻസി മറ്റുള്ളവർക്ക് കൊടുക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ധനലാഭം ഉണ്ടാകാൻ വിവിധ വഴികൾ തെളിഞ്ഞു നിൽക്കുകയാണ് ഈ സമയത്ത്. സർക്കാരിൽ നിന്ന് പലവിധ ആനുകൂല്യങ്ങൾ കിട്ടും. ഈ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കൃഷി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ സാധിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാൻ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളും കൂടെ ശ്രദ്ധിക്കുക. ഓരോ വ്യക്തിയും ശ്രദ്ധിക്കണം അവനവൻ്റെ ജീവിതം പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെയാണ് വളരെ ഗുണപ്രദമായിരിക്കും. അപ്പം ഈ അനിഴ നക്ഷത്രക്കാർ തീർച്ചയായിട്ടും ദേവിക്കുള്ള വഴിപാട് ചെയ്യണം. ദേവിക്ക് ഒരു ചുവന്ന പട്ട് സമർപ്പിക്കണം. ദുർഗാ ദേവി അല്ലെങ്കിൽ ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് പട്ട് സമർപ്പിച്ച് ഒരു നാണയവും ഒരു വെറ്റിലയും നാണയവും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് പ്രാർത്ഥിക്കുക. അപ്പം വളരെയേറെ ഗുണപ്രദമാണ്. അതിനെല്ലാം ഓരോരോ അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ദീപം തെളിക്കുന്നത് നല്ലതാണ്. ദേവിയുടെ മുന്നിൽ കെടാവിളക്ക് ഉണ്ടെങ്കിൽ അവിടെ എണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ ദീപത്തിലേക്കുള്ള എണ്ണ വാങ്ങിച്ചിട്ട് പല ദീപങ്ങളിലായിട്ട് ഒഴിക്കുക. അപ്പോൾ എന്താണെങ്കിലും അതെല്ലാം നമ്മുടെ ആത്മസമർപ്പണമാണ് കേട്ടോ. ഈ എണ്ണ എന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളെ ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാം. മഹാദേവന് കൂവളമാല സമർപ്പിക്കുക, അല്ലെങ്കിൽ കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്യുക. ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. മാസത്തിലൊരു തവണ ഈ വഴിപാടുകൾ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. ശാസ്താവിന് ഒരു നീരാജനം സമർപ്പിക്കുക. നിങ്ങളുടെ പിറന്നാൾ ദിവസം വരുന്നത് എന്നാണോ അന്ന് ശാസ്താവിന് നീരാജനം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ശനി 5-ലാണ് നിൽക്കുന്നത്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. എങ്കിലും ആ ശനിയുടെ ഗുണഫലങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ നല്ലതാണ്. അതായത് ഈ ശനി 5 നിൽക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയെ കുറച്ചൊന്ന് മാറ്റി ചിന്തിപ്പിക്കും. അതുപോലെ സന്താനങ്ങൾക്ക് ചെറിയ തടസ്സം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നെങ്കിലും ശനി 5 നിൽക്കുമ്പോൾ ചെയ്യുന്ന ചില ഗുണങ്ങളുണ്ട്. ഈ ആരെങ്കിലുമൊക്കെ വേണ്ടാതീനം നമ്മളോട് പറഞ്ഞാൽ, അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞാൽ ശക്തമായിട്ട് പ്രതികരിക്കാനായിട്ട് 5-ലെ ശനി നമുക്ക് ധൈര്യവും കരുത്തും നൽകും. അപ്പോൾ അതൊരു വലിയ ഗുണമാണ്. ആ സമയത്ത് വളരെ ഗുണകരമായിട്ട് നമുക്ക് അപ്പം സ്പോട്ടിൽ തിരിച്ചടിക്കാനായിട്ട് സാധിക്കും. വ്യാഴവും ഗുണകരമാണ്. അതുകൊണ്ട് നല്ല വാക്ക് ഉപയോഗിച്ച് തന്നെ അവന് കിട്ടുന്ന ഒറ്റ റിയാക്ഷൻ മാത്രം മതി, അവനത് സ്പോട്ടിൽ തന്നെ തിരിഞ്ഞു പൊക്കോളും. ആ രീതിയിൽ ശനി ചില ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ശനിയുടെ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി ശാസ്താവിനെ വഴിപാട് ചെയ്യുക. ശനി ഭഗവാന് ഒരു എള്ളുതിരി തെളിക്കുക. നവഗ്രഹ ക്ഷേത്രത്തിൽ പോകുമ്പം വ്യാഴത്തിന് ഒരു മഞ്ഞ പട്ടും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വളരെ ഗുണകരമായിരിക്കും. ഈ ഒരു വർഷമുണ്ടല്ലോ, വ്യാഴം അടുത്ത ജൂൺ വരെ അവിടെ ഉണ്ടല്ലോ, 9-ാം ഭാവത്തിലുണ്ട്. അപ്പോൾ ഇതിനിടയിലായിട്ട് ഈ വഴിപാടുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദേവിക്കും ശിവനുമുള്ള വഴിപാട് മാസം തോറും തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രം വൃശ്ചികക്കൂറിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പം ഇവർക്ക് 9-ലാണല്ലോ വ്യാഴം വരാൻ പോകുന്നത്. പക്ഷേ തൃക്കേട്ട നക്ഷത്രക്കാർക്കുള്ളൊരു സ്വഭാവ പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി ഹിഡൻ ആക്ടിവിറ്റീസ് അവർക്കുണ്ട്. അതായത് ഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് തൃക്കേട്ട നക്ഷത്രക്കാർ. അവർ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് പുറമേ അറിയാൻ പറ്റിയല്ല. എങ്കിലും വളരെ ധൈര്യവും ആത്മവിശ്വാസവും
തൻ്റെടവുമുള്ള ആൾക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. ജീവിതത്തിൽ വിജയമുണ്ടാക്കാൻ നല്ല സാധ്യതയുള്ള ആളുകളാണ്. ജോലി കിട്ടാനുള്ള നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. ആധ്യാത്മിക വിഷയങ്ങളിൽ അവർക്ക് താല്പര്യം വർദ്ധിക്കും. ആ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഗുണകരമാണ്. ധനപരമായ ഗുണങ്ങളും ഉണ്ടാകും. പല വിധത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിൽപരമായിട്ട് അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് മേലധികാരികളുടെ പ്രീതി ലഭിക്കാനും സഹപ്രവർത്തകരുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം പുലർത്താനും സാധിക്കും. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട യാത്രകൾ പലതും ഉണ്ടാകും. സഹപ്രവർത്തകരോടൊത്ത് യാത്ര ചെയ്യാനും അവരോട് നേരത്തെ അവരുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി വളരെ നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടാകാനും അതിലൂടെ നമുക്ക് പല പല നേട്ടങ്ങളുണ്ടാകാനും സാധിക്കും. മേലധികാരികളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നതിലൂടെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാധിക്കും. രാഷ്ട്രീയമായിട്ടും കുറേ ബന്ധങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. സഹോദര സ്ഥാനീയർ മുഖേന ചില മനക്ലേശങ്ങൾക്ക് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. വ്യാഴം ഗുണകരമായിട്ടാണ് മറ്റ് നക്ഷത്രക്കാർക്കൊക്കെ പറഞ്ഞതെങ്കിലും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മാത്രം സഹോദരങ്ങൾ മുഖേന ചെറിയൊരു വിഷമത്തിന് സാധ്യത കാണുന്നുണ്ട്. സഹോദരങ്ങളുമായിട്ട് അടുപ്പമുണ്ടാകും. ഒന്നിച്ച് യാത്ര ചെയ്യാനോ പ്രവർത്തിക്കാനോ ഒക്കെ സാധിക്കുമെങ്കിലും ചെറിയ എന്തോ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കുക. സഹോദരങ്ങൾ എന്തെങ്കിലുമൊക്കെ കടുപ്പിച്ച് പറഞ്ഞാലും നമ്മളൊന്ന് ക്ഷമ കാണിക്കുക. ഒരല്പം പേഷ്യൻസ് ഈ സമയത്ത് ആവശ്യമാണ്. വീട്ടിലേക്ക് പല ഗൃഹോപകരണങ്ങളും വാങ്ങാനുള്ള സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങാൻ സാധിക്കുന്നതാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ പലതും നടക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു നെഗറ്റീവ് ഉള്ളത് മാതാവിന് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൈദ്യ സഹായം അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്തൊന്ന് പോകേണ്ട അവസ്ഥ ഉണ്ടായേക്കാം. ദാമ്പത്യ ജീവിതത്തിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. എന്നാൽ അതേ സമയത്ത് മക്കൾക്കൊക്കെ വളരെ ഗുണകരമാണ്. സന്താന യോഗം ഉണ്ടാകും. അതുപോലെ സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നടക്കും. ദാമ്പത്യ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നവർക്ക് ആ രോഗം നല്ല രീതിയിൽ ശമിക്കും. നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. പല രീതിയിലുള്ള ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാൻ സാധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. ഈശ്വരവിശ്വാസം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഇതുവരെ അതില്ലാതിരുന്നെങ്കിലും ഈ സമയത്ത് അത് ഉടലെടുക്കാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. കായിക രംഗത്തും കലാരംഗത്തും പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ അധ്യാപന രംഗത്ത്, മാധ്യമപ്രവർത്തന രംഗത്തൊക്കെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഗുണകരമാണ്. വാക്കുകൾ മുഖേന നമുക്ക് ധനലാഭം ഉണ്ടാകും. അതായത് നമ്മളിപ്പം ഒരു ഏജൻസി എടുക്കുന്നു, അല്ലെങ്കിൽ സാധനങ്ങൾ റീറ്റെയിലായിട്ടൊക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ സാധനങ്ങളുടെ ക്വാളിറ്റീസിനെ പറ്റി ഉപഭോക്താക്കളുമായിട്ട് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തി അത് വിൽപ്പന നടത്താൻ സാധിക്കും. അങ്ങനെ സെയിൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ഇടയ്ക്കിടെ ചെറിയ പ്രശ്നം ഉണ്ടാകുമെങ്കിലും കൂടുതലും നല്ല ആരോഗ്യമുള്ള കാലഘട്ടമായിരിക്കും. അതുകൊണ്ട് അതിനെപ്പറ്റി വലിയതായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോളുക. വ്യാഴവും ഹൃദയവുമായിട്ടൊരു ബന്ധവും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൃത്യമായ ചികിത്സ എടുത്ത് മുന്നോട്ട് പോവുക. മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത ഈ സമയത്തില്ല. പിന്നെ ലോട്ടറി മുഖേന ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ലോട്ടറി ബിസിനസ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്കും ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്ന് കിട്ടേണ്ട വിവിധ ആനുകൂല്യങ്ങൾ കിട്ടുന്നതാണ്. നേരത്തെ തടഞ്ഞു വയ്ക്കപ്പെട്ട പല ആനുകൂല്യങ്ങളും ഈ സമയത്ത് കിട്ടും. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിദേശ യാത്രയ്ക്കോ വിദേശ പഠനത്തിനോ ഒക്കെ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. ശനി 5-ാം ഭാവത്തിലുണ്ട്. ശനിയുടെ ഒരു ഗുണഫലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ശനി നമുക്ക് തൻ്റെടവും ധൈര്യവും ഈ സമയത്ത് നൽകുന്നതാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. വളരെ ചെറിയ തോതിൽ മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. തൃക്കേട്ട നക്ഷത്രക്കാർ അവരുടെ വാക്കുകളും പെരുമാറ്റ രീതിയും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു വളരെ സൗമ്യമായിട്ട് പെരുമാറുക. കുറച്ചൊരു സൗമ്യതയെങ്കിലും കാണിക്കുക. തൃക്കേട്ട നക്ഷത്രക്കാർ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ മുൻകോപമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു നല്ല സൗഹൃദത്തോടു കൂടി പെരുമാറുക. അത് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. പിന്നീട് വ്യാഴം വളരെ അനുകൂലമാണ്. അതുപോലെ വ്യാഴദൃഷ്ടി ശനിയിലേക്കുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. 3-ലും 5-ലും ദൃഷ്ടിയുണ്ട് വ്യാഴത്തിന്. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് വളരെ ഗുണകരമായിട്ട് തന്നെ ഈ സമയത്ത് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഈ വരുന്ന ഒരു വർഷം വളരെ ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇവൻ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അത് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. കുറേ പ്രോഗ്രാമുകൾ അവർക്ക് കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും
പലവിധ സ്ഥാനമാനങ്ങൾ, അതിപ്പോൾ മന്ത്രിയായിട്ടോ MLA ആയിട്ടോ ആകണമെന്ന് ഇല്ല, പല രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ, ബോർഡ് ചെയർമാനാകാം, ബോർഡ് മെമ്പറാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ കമ്മിറ്റികളൊക്കെ കാണും, അതിലൊക്കെ സ്ഥാനമാനങ്ങൾ ഉണ്ടാകാം. ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലോ നാഷണൽ ലെവലിലോ ഒക്കെ അവരുടെ ജാതകത്തിൻ്റെ ബലമനുസരിച്ച് സ്ഥാനമാനങ്ങൾ കിട്ടാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങാനോ പുതിയ ഏജൻസി എടുക്കാനോ ഒക്കെയുള്ള യോഗം ഉണ്ട്. അത് വിജയപ്രദമായിട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. അപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർ മഹാദേവന് വഴിപാട് ചെയ്യുക, എല്ലാ മാസവും വഴിപാട് ചെയ്യുക. ധാര വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ചെറിയ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പറഞ്ഞല്ലോ. ചെറിയ രോഗങ്ങൾ, അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിൽ തുടങ്ങിയ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ശിവന് ധാര വഴിപാട് മാസത്തിലൊന്ന് ചെയ്യുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് മാസത്തിലൊന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 3 മാസത്തിലൊന്നെങ്കിലും, അതായത് ഒരു വർഷം 4 പ്രാവശ്യം എങ്കിലും അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മഹാദേവൻ്റെ നാമങ്ങൾ നിത്യവും രാവിലെയും വൈകിട്ടും ജപിക്കുന്നത് വളരെ നല്ലതാണ്. ദേവീ സ്തോത്രങ്ങൾ രാവിലെയും വൈകിട്ടും ജപിക്കുന്നത് വളരെ നല്ലതാണ്. കഴിയുമെങ്കിൽ മാസത്തിലെ ഒരു വെള്ളിയാഴ്ച അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പോയിട്ട്, അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ വെളുത്ത പൂക്കൾ കൊണ്ടുള്ള ഒരർച്ചന ചെയ്യുന്നത് നല്ലതാണ്. ഈ വ്യാഴം മാറിയിട്ട് വരുന്ന ആദ്യത്തെ 3 മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസം പോയി ഇത് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. സന്താനങ്ങൾക്കും ഗുണകരമാണ്, ദാമ്പത്യത്തിലും ഗുണകരമാണ്, ധനപരമായിട്ടും ഗുണകരമാണ്, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കുക. ആദ്യത്തെ 3 മാസമാണ് ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് ആ വ്യാഴത്തിൻ്റെ എഫക്റ്റ് അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ചെയ്യുക. വിഷ്ണു ഭഗവാന്റെ ഗ്രഹമാണല്ലോ വ്യാഴം. അപ്പം വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കൂടെ നമുക്ക് സിദ്ധിച്ചാൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്ന് ചെയ്യുക. ശാസ്താവിന് എള്ളുതിരി തെളിക്കുക, ശനി ഭഗവാനും എള്ളുതിരി തെളിക്കുക, വ്യാഴത്തിന് ഒരു അർച്ചന നവഗ്രഹ ക്ഷേത്രത്തിൽ നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഇതോടൊപ്പം തന്നെ സർപ്പദൈവങ്ങൾ കൂടി ഒരു വഴിപാട് ചെയ്തേക്കുന്നത് നല്ലതാണ്. വീട്ടിൽ സമാധാനം ഉണ്ടാകാനും വീട്ടിലെ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ മാറിപ്പോകാനും അത് നല്ലതാണ്. അപ്പോൾ സർപ്പദൈവങ്ങൾക്ക് ഒരു മഞ്ഞൾപ്പൊടിയെങ്കിലും വാങ്ങിച്ച് സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് വിശാഖം, അനിഴം, തൃക്കേട്ട 3 നക്ഷത്രക്കാരുടെ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള സാമാന്യ ഫലം. അപ്പോൾ ഞാൻ ഇത് ജനറലൈസ് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്. ജാതകം അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഏതാണ്ട് 90% അനുഭവങ്ങൾ ഈ പറഞ്ഞ രീതിയിലാകാനാണ് സാധ്യത. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഹെൽപ്പ് ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. വ്യാഴം ഗുണകരമായിട്ട് വരുന്ന ഈ ഒരു വർഷം നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല നേട്ടങ്ങളുണ്ടാകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.